ഒരിക്കലുമില്ല. ചേലക്കര മണ്ഡലത്തില് മത്സരം നടന്നിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പാണല്ലോ സ്വാഭാവികമായും. ആ ഉപതെരഞ്ഞെടുപ്പിനകത്ത് സർക്കാർ അനുകൂല വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ പരാജയപ്പെടുമെന്ന് BJP-യും കോൺഗ്രസും ലീഗും വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നു. അതിന് PV അൻവർ MLA നല്ല തോതിൽ UDF-ഉം BJP-യും ഉപയോഗിക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ് ചേലക്കര. എന്താ സംഭവിച്ചത്? PV അൻവർ LDF-ന്റെ MLA ആയി വിജയിച്ച ഒരാളെയാണ് UDF അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ഇടപെടുകയാണ്. അതായത് ശ്രീ ഷാനവാസ്, PV അൻവറിന്റെ സ്ഥാനാർത്ഥി ഏകദേശം 4000-നടുത്ത് വോട്ട് നേടിയിട്ടുണ്ട്. സുധീറിന് 3920 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഈ 64,000 എത്തി നിൽക്കുന്നതിന്റെ കാരണം PV അൻവർ ഫാക്ടർ തന്നെ അല്ലേ എന്ന് ഒരുപക്ഷെ ചോദിക്കേണ്ടി വരും. സുധീർ അമ്പേ പരാജയമാണ്. ശ്രീ സുധീർ മുൻപ് ആ മണ്ഡലങ്ങളിൽ മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായും ഒരു സ്വതന്ത്രന് കിട്ടുന്ന വോട്ടുകളാണ് 4000, 5000 ഒക്കെ. നോട്ട പോലും 4000-ൽ എത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ. മുൻപ് മത്സരിച്ച സുബനായ ഒരു സ്ഥാനാർത്ഥി DMK ലേബലിൽ സംസ്ഥാന സർക്കാർ മാത്രം മുഖമുദ്രയാക്കി അവിടെ പ്രചരണ ആയുധമാക്കി മത്സരരംഗത്ത് വന്നിട്ട് ചേലക്കരയിലെ ജനം അമ്പേ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. സുധീർ എന്ന സ്ഥാനാർത്ഥിത്വത്തെയും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെയും കൃത്യമായി പ്രചരണങ്ങളെയും തള്ളിക്കളയുന്ന സ്ഥിതിയാണ് DMK-യുടെ പിന്തുണയോടുകൂടി മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചത്. മറ്റൊന്ന്, K. രാധാകൃഷ്ണൻ മിനിസ്റ്ററുടെ ഒരു വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന്റെ ഇടപെടലൊക്കെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടാൻ കാരണമായിരിക്കാം. പക്ഷേ ഇതിനു മുൻപ് 2006-ൽ K. രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം മുൻപ് 2006-ൽ അദ്ദേഹത്തിന് 14,000 വോട്ടാ ലീഡ്. അപ്പൊ ഇതൊരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് UR പ്രദീപ്. സ്വാഭാവികമായും എതിരാളിയായി വന്നിട്ടുള്ളത് 3 ടേമായി സുപരിചിതയാണ്. അതെല്ലാം മറികടന്ന് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു വികാരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചേലക്കരയിൽ LDF ഉജ്ജ്വല വിജയം നേടിയിട്ടുള്ളതാണ്. മറ്റൊന്ന്, പാലക്കാടിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ഇതിന്റെ വിജയം പറയാമെങ്കിലും ആദ്യം പ്രകടനം നടത്തിയ പാലക്കാട് മണ്ഡലത്തിൽ ആദ്യം പരസ്യമായി ആഹ്ലാദ പ്രകടനം നടത്തുന്നത് SDPI ആണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ്. അതായത് വർഗീയവാദികളുടെ ഒരു കൺസോൾട്ടേഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് തുടക്കം മുതൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി വോട്ടിംഗ് ഷെയർ ആണ്. മറ്റൊന്ന്, ഡോക്ടർ സരീം വളരെ പെട്ടെന്ന് വന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹം ആ പാലക്കാട് ജനതയുടെ മനസ്സ് കീഴടക്കി അദ്ദേഹത്തിന് നല്ലപോലെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അദ്ദേഹം അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി കാണേണ്ടതില്ല. മറ്റൊന്ന്, വയനാട് മണ്ഡലത്തിന്റെ മത്സരം തന്നെ അടിച്ചേൽപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു പരാജയമാണ്. കേരളത്തിലേക്ക് ദേശീയാടിസ്ഥാനത്തിൽ ചുരുങ്ങുകയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടു വരികയാണ്. കണക്കെടുത്ത് നോക്കുമ്പോൾ 2014-ൽ കോൺഗ്രസ് 464 ദേശീയാടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ചത് 44 സീറ്റാണ്. 2019-ൽ 21 വിജയിക്കാനായത് 52 സീറ്റാണ്. ഇത്തവണ 329 സീറ്റിൽ 18 ലോക്സഭയിലേക്ക് അവർക്ക് നേടാൻ 109. രാജ്യത്തെ 549 സീറ്റുകളിൽ അവർ കേരളത്തിൽ അവരുടെ ദേശീയ നേതൃത്വം കേരളത്തിൽ മാത്രം വിജയം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അവർ റായ്ബറേലിയിൽ മത്സരിക്കണമായിരുന്നു. BJP-യോട് തന്റെ ഇടം കാണിച്ചില്ല. മറ്റൊന്ന്, അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പോലും മത്സരിക്കാൻ ധൈര്യം കാണിക്കാത്തയാളാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. വേണ്ട, മറ്റേതെല്ലാം BJP-യുമായി മത്സരിക്കാനുള്ള മണ്ഡലമുണ്ട്, ഉത്തർപ്രദേശ് ഉൾപ്പെടെ. പക്ഷെ ഒരിടത്തും അവർ ധൈര്യം കാണിക്കാതെ ഇവിടെ വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി വിജയിച്ച സ്ഥലത്ത് മാത്രം മത്സരിക്കാനാണ് തയ്യാറായത്. ഒരുപക്ഷെ ഗാന്ധി കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ സീറ്റിന്റെ എണ്ണം കുറയ്ക്കാമായിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ. ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെയാണ് കോൺഗ്രസും അതിന്റെ ദേശീയ നേതൃത്വവും പോകുന്നത്. മറ്റൊന്ന്, വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് 3 ജില്ലകളിലായി കിടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അത് തെരഞ്ഞെടുപ്പിലല്ല ജനങ്ങൾ ഉള്ളത്. യഥാർത്ഥത്തിൽ അവർ ഈ വയനാട് ഈ ദുരന്തത്തിന്റെ ഭാഗമായ വലിയ ഇടപെടലിലാണ്. അതിന്റെ പുനരധിവാസം, അതിന്റെ ഓരോ ഇടപെടലുകളിലാണ്. അത് വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ടാവും. കാരണം ഈ ദുരന്തം നടഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടുള്ളൂ. അതിന്റെ പുനരധിവാസ പ്രവർത്തനത്തിലാണ് എല്ലാ മനുഷ്യരും.
അവിടെ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു വന്നതാണ് കോൺഗ്രസ്. അതുകൊണ്ട് അതൊരു വലിയ പരാജയമായി ഞങ്ങൾ കാണുകയല്ല. കോൺഗ്രസ് കേരളത്തിലേക്ക് ദേശീയാടിസ്ഥാനത്തിൽ ചുരുങ്ങുന്നതിന്റെ പ്രതിഫലനമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി.